യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കർത്താവ് നമുക്ക് നൽകി. നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് കൈകളിൽ പിടിച്ച് നടത്തി നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് നമുക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദിവ്യ കാരുണ്യനാഥ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ജീവന്റെ അപ്പമായ യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ ശക്തിയും കൃപാവരങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം. നശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. നശ്വരമായ അപ്പത്തിനു വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് എല്ലാവരും. ലോകത്തിൻ്റെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ, ലോകത്തിൻ്റെതായ എല്ലാം വാരിപ്പിടിക്കുവാനുള്ള വലിയ ആഗ്രഹത്തിൽ എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്, കഠിനാധ്വാനം ചെയ്യുക. പലർക്കും ജീവിക്കാൻ സമയമില്ല, അധ്വാനത്തിൻ്റെ തിരക്കിലാണ്.
ഇവിടെ വചനം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. നശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം. ഈ അനശ്വരമായ അപ്പം ദിവ്യകാരുണ്യമാണ്. യേശു തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അപ്പമെടുത്ത് ഉയർത്തി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. പാനപാത്രമെടുത്ത് ഉയർത്തിയിട്ട് യേശു പറഞ്ഞു, ഇത് എൻ്റെ രക്തമാണ്, പുതിയ നിയമത്തിലെ രക്തത്തിൻ്റെ ഉടമ്പടി, വാങ്ങി പാനം ചെയ്യുക. യേശു വിശുദ്ധ കുർബാന എന്ന ആ കൂദാശ സ്ഥാപിച്ചു. ഏറ്റവും വലിയ കൂദാശ, കൂദാശകളുടെ കൂദാശയാണ് വിശുദ്ധ കുർബാന. ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിന്റെ അഭിഷിക്തൻ ആശീർവദിക്കുന്ന ഗോതമ്പപ്പം, ആ വീഞ്ഞ് ശരീര രക്തങ്ങളായിട്ട് മാറുന്നു. ഇത് സത്യമാണ്. ആരൊക്കെ നിഷേധിച്ചാലും ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും ഇത് 100% സത്യമാണ്. നശ്വരമായ അപ്പത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യൻ അനശ്വരമായ ഈ അപ്പത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 51-ാം വചനം, സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവരെന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശു വളരെ വ്യക്തമായിട്ട് പറയുക, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നശ്വരമായ അപ്പത്തിനു വേണ്ടി ഓടുന്ന മനുഷ്യ, നിനക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കണം, ക്രിസ്തുവിന്റെ രക്തം നീ പാനം ചെയ്യണം. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് യേശു വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ യേശുവിൽ ഒന്നായി ചേരുകയാണ്. നാം യേശുവുമായിട്ട് ഐക്യപ്പെടുകയാണ്. നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. യേശു നമ്മോടൊത്ത് നമ്മിൽ ഒരുവനായി മാറുകയാണ്. മഹാവിശുദ്ധനായ സെയിന്റ് ആന്റണി, ആ വിശുദ്ധന്റെ മുൻപിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതാനും അവിശ്വാസികൾ, പാഷണ്ഡതകൾ സഭയ്ക്കെതിരെ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ആ വിശുദ്ധനോട് തർക്കിച്ചു. ദിവ്യ കാരുണ്യത്തിൽ യേശുവില്ല, വൈദികൻ വാഴ്ത്തുന്ന ആ ഗോതമ്പപ്പത്തിൽ യേശുവിന്റെ സാന്നിധ്യമില്ല, അത് തെളിയിക്കാൻ സാധിക്കുമോ? ആ മഹാവിശുദ്ധൻ അവരോട് പറഞ്ഞു, ഒരു കഴുതയെ ഏതാനും ദിവസം നിങ്ങൾ ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടിട്ട് എന്നെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ തെളിയിക്കാം. അവർ ഏതാനും കഴുതകളെ പട്ടിണിക്കിട്ട് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. അതിനുശേഷം ആ വിശുദ്ധന്റെ അടുക്കലേക്ക് അവയെ കൊണ്ടുവന്നു. കഴുതകൾക്കുള്ള ഭക്ഷണം ഒരു ഭാഗത്തിട്ടു. സെയിന്റ് ആന്റണി അരുളിക്കായിൽ ദിവ്യകാരുണ്യം വെച്ചുകൊണ്ട് ഇറങ്ങി വന്ന് അരുളിക്ക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ, അത്ഭുതങ്ങളുടെ ദൈവം, ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ്. ആ അവിശ്വാസികളായ ദിവ്യകാരുണ്യത്തെ, വിശുദ്ധ കുർബാനയെ എതിർത്തുകൊണ്ടിരുന്ന അവിശ്വാസികളുടെ മുൻപിൽ ദിവ്യകാരുണ്യനാഥൻ അത്ഭുതം ചെയ്യുക. പട്ടിണിക്കിട്ട കഴുതകൾ അവയ്ക്ക് മുൻപിലിട്ട തീറ്റ ഭക്ഷിക്കുന്നില്ല.
ഈ കഴുതകൾ നടന്നു വന്ന് ദിവ്യകാരുണ്യത്തിന് മുൻപിൽ മുട്ടുകൾ മടക്കി തല കുമ്പിട്ടു. അപ്പത്തിൽ യേശു ക്രിസ്തു ഉണ്ട്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇതുപോലെ ധാരാളം അത്ഭുതങ്ങൾ, ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങൾ ലോകത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഓരോ ബലിപീഠത്തിലും ആശീർവദിക്കപ്പെടുന്ന ഗോതമ്പപ്പം യേശുവിൻ്റെ ശരീരമായിട്ട് മാറുന്നു. ആ വീഞ്ഞ് യേശുവിൻ്റെ രക്തമായിട്ട് മാറുന്നു. ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് ആർക്കും എതിർക്കാനാവാത്ത ഏറ്റവും വലിയ സത്യമാണ്. യേശു നമുക്ക് വേണ്ടി ഒരുക്കിയ ഏറ്റവും വലിയ വിരുന്നാണ് വിശുദ്ധ കുർബാന. യേശുവിന്റെ സമ്പൂർണമായ സ്നേഹത്തിന്റെ എല്ലാ വെളിപ്പെടുത്തലുകളും വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുക. നമ്മുടെ ഹൃദയത്തിൽ നമ്മോടൊത്തെന്നും ജീവിക്കുവാൻ വേണ്ടി യേശു വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചു. ഈ കൂദാശയിൽ നിരന്തരമായിട്ട് പങ്കുചേരുവാൻ യേശുവിൻ്റെ പരിശുദ്ധ ശരീരവും രക്തവും സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചവരാ നമ്മൾ. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഓരോ തിരുവോസ്തിയിലും പുനരുദ്ധാനം ചെയ്ത കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഒരു വിശുദ്ധ കുർബാനയുടെ വില എന്ത് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം വിലയുള്ളവനാണ് ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിട്ട് മാറാൻ യേശു വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിക്കുക. പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. തന്റെ പുത്രന്റെ മേൽ അംഗീകാരമുദ്ര വെച്ചു. ക്രിസ്തു തന്റെ ശരീരരക്തങ്ങൾ മനുഷ്യരാശിയുടെ ജീവന് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി പകുത്തു നൽകുകയാ. ഓരോ ദിവസവും ഈ ലോകത്തിലാകമാനം ഒരു ദിവസം എത്ര മാത്രം വിശുദ്ധ കുർബാനകളാണ് അർപ്പിക്കപ്പെടുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും മുറിക്കപ്പെടുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുക. ഓരോ വിശുദ്ധ കുർബാനയിലും ചിന്തപ്പെടുന്ന രക്തത്തിന്റെ ശക്തി നമ്മൾ അനുഭവിക്കുക. 2007 ജൂലൈ മാസം താമസിച്ചുള്ള ഒരു ധ്യാനം നടക്കുക. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി, അവരുടെ പേര് മിനി എന്ന, നട്ടലില് മെനൻജോമിയ എന്ന രോഗം ബാധിച്ച് കഴുത്തിന് കീഴ്പോട്ട് പൂർണ്ണമായിട്ടും അവൾ തളർന്നുപോയി. അപ്പോൾ അവൾ ഗർഭിണിയാണ്. രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുക. 8 മാസം ഗർഭിണിയാണ്. ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞിനെ ഓപ്പറേഷൻ്റെ പുറത്തെടുത്തു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു ആ കുഞ്ഞ് മരിച്ചു. കഴുത്തിന് കീഴ്പോട്ട് പൂർണ്ണമായിട്ട് തളർന്നുപോയി. സ്പർശന ശക്തി പോലും ഇല്ലാതെ അവൾ തളർന്നു കിടക്കുക. തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ കഠിനമായ ദുഃഖം അവളുടെ മനസ്സിനെ തകർക്കുന്ന വേദനയാണ്. അവർക്ക് ശരീരം ചലിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് ഇവളുടെ കൂട്ടുകാരി ഇവളെ നമ്മുടെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ ധ്യാനത്തിന്റെ ദിവസങ്ങളിൽ ഇവൾക്ക് വേണ്ടി, ഇവൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇടയ്ക്ക് ഞാൻ ഈ മകളുമായിട്ട് അവൾ കിടക്കുന്ന കട്ടിലിനടുക്കൽ ചെന്ന് അവളുമായിട്ട് സംസാരിച്ചു. എപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അവൾ പറയുന്നത്. അവളുടെ മാതാവും ഭർത്താവും അവരൊക്കെ ധ്യാനത്തിന് പങ്കെടുക്കുക. അവൾക്ക് മൂത്തൊരു ആൺകുട്ടിയുണ്ട്. ആ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം വൈകിട്ട് ആരാധന നടക്കുകയാണ്. ആരാധനയിൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരിക്ക് കർത്താവ് ശക്തമായ ഒരു അനുഭവം കൊടുക്കുക. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് വലിയ ഒരു പ്രകാശം കടന്നു പോവുകയാണ്. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് വലിയ ഒരു പ്രകാശം കടന്നു ചെന്ന് ഇവിടെ ശരീരത്തിലേക്ക് പതിക്കുക. ആ പ്രകാശത്തിൽ ഇവൾ പുതിയപ്പെടുകയാണ്. ഇവിടെ ശരീരത്തിന് എന്തൊക്കെയോ ഒരു കർത്താവിന്റെ സ്പർശനത്തിന്റെ അനുഭവം ഉണ്ടായി.
പിറ്റേ ദിവസം ധ്യാനം അവസാനിക്കാൻ പോകുക. അഭിഷേക ആരാധനയിൽ വൈദികരോടൊപ്പം ഞാനും ചേർന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ കടന്നുപോയി. അവസാനം ആശീർവാദ സമയത്ത് ഇതാ അത്ഭുതം നടക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ കരസ്പർശനത്തിൽ, ദിവ്യ കാരുണ്യത്തിനൊഴുകിയ ആ മഹാശക്തി പ്രവാഹത്തിൽ അപ്പത്തിൽ മറഞ്ഞിരുന്ന യേശു അത്ഭുതം ചെയ്യുകയാണ്. അവളുടെ കാലുകളും നടുവും കൈകളും ശരീരം മൊത്തം ബലം പ്രാപിച്ച് അവൾ എണീറ്റ് വരികയാണ്. വർഷങ്ങൾ എത്ര പിന്നിട്ടു. 2007 ജൂലൈ മാസത്തിൽ ഇവളെ കർത്താവ് തൊട്ട് എണീപ്പിച്ചു. 2007 ജൂലൈ മാസത്തിലെ ധ്യാനത്തില് കർത്താവ് മിനിയെ, തളർന്നു കിടന്ന് മിനിയെ എഴുന്നേൽപ്പിച്ചു വിട്ടു. ഇപ്പോൾ 9 വർഷമായി പൂർണ്ണ ആരോഗ്യതയായിട്ട് ഓടി നടന്ന് ജോലികൾ ചെയ്യുന്നു. എൻ്റെ നട്ടലിലെ ഹെമൻജോമി എന്ന അസുഖമായിരുന്നു. ഞാൻ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് തളർന്നു പോയ എന്നെ വീട്ടിലെ 3 മാസം മുഴുവനും കംപ്ലീറ്റ് തളർന്ന് ഞാൻ കിടന്നു. പരിശുദ്ധാത്മാഭിഷേക ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ എൻ്റെ കർത്താവ് എന്നെ തൊട്ടു. എനിക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. സൗഖ്യം പ്രാപിച്ച ആ മകൾ ആശുപത്രിയിലേക്ക് കടന്നിരുന്നപ്പോൾ ഡോക്ടർമാരെ വിളിച്ചിരുന്നു. വൈദ്യശാസ്ത്രം കൈവിട്ട അവളെ എഴുന്നേൽപ്പിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്നും ജീവിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും. തളർവാദ രോഗികൾ എണീറ്റ് നടക്കും, അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, രോഗശാന്തികൾ നടക്കും. കാരണം കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. യേശയ്യ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയണം, ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വലിയ മാനസാന്തരങ്ങളും നടക്കുകയാണ്. ദിവ്യകാരുണ്യത്തിലൂടെ ഒഴുകുന്ന ആ ദൈവിക ശക്തിയുടെ പ്രവാഹത്തിൽ പൈശാചിക ബന്ധനങ്ങളും പാപദുശീലങ്ങളും വിട്ടകലുക. ദൈവത്തിൻ്റെ ജനം മോചനത്തിലേക്ക്, രക്ഷയിലേക്ക് വരികയാണ്. കർത്താവ് ഒരുക്കിയ ഏറ്റവും വലിയ വിരുന്നാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയെ തീഷ്ണമായിട്ട് നമുക്ക് പങ്കെടുക്കാം. ഓരോ ദിവസവും നിരന്തരമായിട്ട് ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമുക്ക് വളരാം. കർത്താവിൻ്റെ വിരുന്ന് അത് എത്രമാത്രം യോഗ്യതയിൽ അനുഭവിക്കാൻ സാധിക്കുമോ അത്രമാത്രം യോഗ്യതയിലും വിശുദ്ധിയിലും നമുക്ക് കർത്താവിൻ്റെ വിരുന്നിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. നമുക്കൊരു നിമിഷം എണീറ്റ് നിൽക്കാം. രോഗികളായിട്ടുള്ളവർ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് കൈകൾ വയ്ക്കുക. തളർന്നു കിടക്കുന്ന രോഗിയുടെ മേൽ സമീപത്തുള്ള ആരെങ്കിലും കൈകൾ വെച്ചുകൊള്ളുക. എല്ലാവരും തീഷ്ണമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് സൗഖ്യദായകനാണ്, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദിവ്യകാരുണ്യത്തിൽ അങ്ങ് മറഞ്ഞിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവനെ അതിശയങ്ങളും അടയാളങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കണമേ. മുറിവേറ്റ കരവയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തളർവാദ രോഗികൾ എണീറ്റ് നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാനസിക രോഗികൾക്ക് അത്ഭുത വിടുതൽ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ തലയുള്ള കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നടുവിനും കാലുകൾക്ക് ബലമില്ലാത്ത, നട്ടലിന് ബലമില്ലാത്ത, കഴുത്തിന് ബലമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സോറിയാസിസ് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എയ്ഡ്സ് രോഗികൾ സൗഖ്യമാവട്ടെ. കർത്താവിൻ്റെ കരുണയുടെ പ്രവാഹമുണ്ടാവട്ടെ. യേശുവേ, അങ്ങ് സ്പർശിക്കണമേ. എല്ലാ രോഗികളെ സൗഖ്യമാക്കണമേ. അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർവാദ രോഗികൾ എണീറ്റു നടക്കട്ടെ. ഹല്ലേലൂയ. ഷുഗർ വിട്ടുമാറട്ടെ, പ്രഷർ വിട്ടുമാറട്ടെ, കൊളസ്ട്രോൾ നോർമൽ ആവട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും ശരീരത്തെ വിട്ടുമാറട്ടെ. യേശയ്യ 57:18 കർത്താവ് അടി ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. കർത്താവേ, മുറിവുള്ള കരം വയ്ക്കണമേ. എല്ലാ രോഗികളെയും കരുണയോടെ അങ്ങ് സ്പർശിക്കണമേ. യേശുവേ, നന്ദി.
യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. മോനെ എന്ത് പറ്റും? എൻ്റെ ഡിസ്റ്റ് ഇവിടെ അകലുമാണ്. കാരണം ഞാൻ ഡ്രൈവിംഗാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 മാസം മുമ്പ് ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ ഭയങ്കര വേദനയായിരുന്നു. ഒരു വാടക പോയിട്ട് വന്നപ്പോൾ ക്ലച്ച് ഒട്ടും ചവിട്ടാൻ പറ്റുന്നില്ല, കാല് തളർന്നു പോവാം. പിന്നെ പപ്പോട് ഞാൻ വന്ന് പറഞ്ഞു, പപ്പ ഏജ് ഹോസ്പിറ്റലിൽ മെഡിക്കലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞു ഒരു സ്കാൻ ചെയ്യണമെന്നൊക്കെ. സ്കാനൊക്കെ ചെയ്തു, എക്സ്റേ ചെയ്തു. അവസാനം മിനിങ്ങാന്ന് കഴിഞ്ഞ ആഴ്ച MRI ചെയ്തു. അതിൻ്റെ 1 മാസം മുമ്പ് പപ്പയുടെ ധ്യാനത്തിന് വന്നിരുന്നു. അപ്പം MRI ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഡിസ്ക് അകലുന്നുണ്ട്, ഇനി വണ്ടി ഓടിക്കാൻ പാടില്ല, അവനാവുന്നത്ര റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ക്ലിപ്പ് ഇടണമെന്ന് പറഞ്ഞു. മോൻ്റെ പേരെന്താ? എൻ്റെ പേര് ജിൻസ് ജോസ്. ഞാൻ മംഗലാപുരത്തു നിന്നാണ് വരുന്നത്. ഇത് ഉപയോഗിക്കുന്ന ബെൽറ്റാണല്ലേ? ഈ മകന് ഉപയോഗിക്കുന്ന ബെൽറ്റാണ്. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണോ? ഓപ്പറേഷൻ പറഞ്ഞേക്ക് ക്ലിപ്പ് ഇടണമെന്ന് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ എന്നോട് പപ്പ പറഞ്ഞു, ഇല്ല നീ ക്ലിപ്പ് ഒന്നും ഇടണ്ട, നീ മരുന്നൊക്കെ എടുക്കുന്നതിന് മുമ്പ് നീ ഫസ്റ്റ് ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. ഇനി യേശുവിൻ്റെ നാമത്തിൽ ബെൽറ്റ് ഉപയോഗിക്കണ്ട കേട്ടോ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ. കാല് വലിച്ചു കുടഞ്ഞേ, ഇടത്തെ കാല് വലിച്ചു കുടഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. കുടയട്ടെ. മറ്റേ കാല് വലിച്ചു കുടഞ്ഞേ. ഒന്ന് കുനിയും ദിവരം ചെയ്തേ. വേഗം പോയി ഒന്ന് പറഞ്ഞേ, കുനിഞ്ഞേ, വേഗം പുറകോട്ട് വളഞ്ഞേ. മുന്നോട്ട് കുഞ്ഞേ, ഒന്ന് പൊങ്ങിച്ചാടിക്കേ, പൊങ്ങിച്ചാടിക്കേ. ഹല്ലേലൂയ. പൊങ്ങിച്ചാടിക്കേ. ഹല്ലേലൂയ. തിരിച്ചേ, 2 സൈഡ് തിരിച്ചേ. ഹല്ലേലൂയ. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന നടുവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വലിയവനാണ്. കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. യേശു ഈ മകനെ തൊട്ട് കഴിഞ്ഞു. മോൻ്റെ പേരെന്താ? ജിൻസ് ജോസ്. ജിൻസിൻ്റെ നടുവിന് കത്തി വെക്കത്തില്ല. നീ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു. ഒന്ന് ഇരുന്ന് എഴുന്നേറ്റ് കാണിച്ച്. എണീച്ചേ. ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യമൊക്കെ ചെയ്തോ. ഹല്ലേലൂയ. അടുത്തത് കാണിച്ചേ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേഗരക്ഷകൻ, യേശുവേഗരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.